ഈ ലോകത്ത് ജീവിക്കാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ളത് നടുക്കായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്കാണ്. പാവങ്ങൾക്കും പ്രശ്നമില്ല, റിച്ച് ആയിട്ടുള്ള ആൾക്കാർക്കും പ്രശ്നമില്ല. നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു സാലറി ഡേറ്റിനെ ചുറ്റിപ്പറ്റിയാണ്. നമുക്ക് ശമ്പളം കിട്ടുന്ന ദിവസം നമ്മളെ വിചാരിക്കും നമ്മളാണ് ഏറ്റവും കൂടുതൽ പണക്കാരെന്ന്. നമ്മൾ അക്കൗണ്ടിൽ നോക്കുമ്പോൾ സീറോ ബാലൻസിൽ കിടന്നത് നമ്മൾ നോക്കുമ്പോൾ ഇഷ്ടം പോലെ പൈസ കാണും. പക്ഷേ അത് ഒരു 5-6 ദിവസം കഴിയുമ്പോൾ അതെല്ലാം മാറും. ചിലപ്പോൾ ലോൺ അടയ്ക്കാൻ കാണും, ചിലപ്പോൾ വാടകയ്ക്കാണ് താമസിക്കാൻ റെൻ്റ് അടയ്ക്കേണ്ടി വരും, കറണ്ട് ബില്ല്, വാട്ടർ ബില്ല്, പിന്നെ മക്കൾ വല്ലതും സ്കൂളിൽ പഠിക്കുന്നുണ്ടെങ്കിൽ സ്കൂൾ ഫീസ് അടയ്ക്കേണ്ടി വരും, പിന്നെ ക്രെഡിറ്റ് കാർഡ് വല്ലതും എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബില്ല് അടയ്ക്കേണ്ടി വരും, പിന്നെ EMI വല്ലതും ഉണ്ടെങ്കിൽ അത് അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം അടച്ച് വരുമ്പോൾ, അതായത് 2-ാം തീയതി തൊട്ട് ഒരു 10-ാം തീയതിക്കുള്ളിൽ നമ്മളിതെല്ലാം അടച്ച് വരുമ്പോഴേക്കും നമ്മളെ പൈസ എല്ലാം തീർന്നിട്ടുണ്ടാവും. നമ്മൾ പേഴ്സ് തുറക്കുമ്പോൾ തന്നെ ഒരു പൈസയും കാണില്ല. നമ്മൾ അക്കൗണ്ട് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും, നമ്മളെ പേഴ്സിലും ഒന്നും കാണില്ല. പിന്നെ 10-ാം തീയതി കഴിയുമ്പോൾ പിന്നെയും കടം വാങ്ങിച്ച് ഇങ്ങനെ തുടങ്ങേണ്ടി വരും. അതാണ് ഈ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ജീവിക്കുന്ന ആൾക്കാരുടെ മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. നമുക്കിപ്പോൾ സാലറി ക്രെഡിറ്റ് മെസ്സേജ് വരുമ്പോൾ സന്തോഷം തോന്നും, പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ നമുക്ക് അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആലോചിക്കുമ്പോൾ തന്നെ വന്ന സന്തോഷം കൂടി അങ്ങ് അപ്പം തന്നെ ഇതാവും. ഇപ്പം നമ്മളെ പോലെ ജീവിക്കുന്ന പല ആൾക്കാർക്കും പല ആഗ്രഹങ്ങളും കാണും. ഡ്രീം വേറെ, റിയാലിറ്റി വേറെയാണ്. പക്ഷേ നമുക്ക് നല്ലൊരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹം കാണും, നല്ലൊരു കാർ വാങ്ങണമെന്ന് ആഗ്രഹം കാണും, ടൂർ പോകണമെന്ന് ആഗ്രഹം കാണും. പക്ഷേ ഇതെല്ലാം ആഗ്രഹങ്ങൾ മാത്രമായിരിക്കും. പക്ഷേ ഇത് ആഗ്രഹിക്കണം തന്നെ ഒരു EMI ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ ഒരു വീട് വയ്ക്കണമെങ്കിൽ വരെ ആൾക്കാർ ലോൺ ഇട്ടിട്ടാണ് വീട് വയ്ക്കുന്നത്. ഇപ്പോൾ ഒരു കാർ വാങ്ങണമെങ്കിലും EMI എടുക്കണം. ഇപ്പോൾ ഒരു ഫാമിലി ടൂർ പോകണമെങ്കിലും ഇപ്പോൾ ആൾക്കാർ ക്രെഡിറ്റ് കാർഡ് വഴി ലോൺ എടുത്തിട്ടൊക്കെയാണ് ടൂർ പോകാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാം EMI കൂടെ പോകാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അതായത് റെഡി ക്യാഷ് ആയിട്ട് ആരെങ്കിലും ഇങ്ങനെ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൾക്കാരിൽ കാണത്തില്ല. അപ്പോൾ എല്ലാവരും ഈ ലോണിൻ്റെ പുറകെ ഇങ്ങനെ പോകും. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ നമ്മൾക്ക് ഒരു വീട് വയ്ക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കുറച്ച് പൈസ ചിലപ്പോൾ വല്ലതും കാണുമായിരിക്കും, പക്ഷേ ബാക്കി ലോൺ അടയ്ക്കേണ്ടി വരും. അതൊരു 20 കൊല്ലം അടച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഒരു കാർ വാങ്ങണമെങ്കിലും നമ്മളതൊരു 7 കൊല്ലം ലോൺ ഇടേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം മാസം നമ്മളെ ശമ്പളത്തിൽ നിന്ന് 7 കൊല്ലം ഇങ്ങനെ അടവായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. ഇതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിലെ പ്രഷറാണ്. അതായത് നാട്ടുകാർ ചോദിക്കും, അയ്യോ നിങ്ങൾക്ക് കാറില്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഇവർ എവിടെയെങ്കിലും പോയി EMI ഇട്ടെങ്കിലും കാർ എടുക്കും. ഇപ്പോൾ മാസം അടയ്ക്കണമായിരിക്കും ഇവർ, പക്ഷേ ആവശ്യത്തിന് ആ ഒരു ഇതിൽ വെച്ച് വാങ്ങും. പക്ഷേ ഇവരെ മാസത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലായിരിക്കും ആ കാർ എടുക്കുന്നത്. പക്ഷേ ഇതിന് ഇത്രയും ലക്ഷം രൂപയും കൊടുത്ത് ഈ കാർ വാങ്ങിച്ച് ആ ഷെഡിൽ കൊണ്ടിടും. അതാണ് മെയിൻ പ്രശ്നം. ഇപ്പോൾ വീട് വെച്ചില്ലെന്ന് ചോദിക്കും ചിലർ. അപ്പോൾ അവരെ കൊണ്ട് വെക്കാൻ പറ്റുന്ന ഒരു ചെറിയ വീടായിരിക്കും, പക്ഷേ അവർ നാട്ടുകാരെ കാണിക്കാൻ വേണ്ടിയിട്ട് വലിയ വീട് വെക്കും. വലിയ ലോണൊക്കെ വാങ്ങിച്ച് വലിയ വീടങ്ങ് വയ്ക്കും. മാസം നല്ലൊരു ലോണ് പോകും. പക്ഷെ അതൊന്നും അറിയില്ല. അവസാനം അവർ പാല് കാച്ചിനും എല്ലാത്തിനെയും വിളിച്ച് നാട്ടുകാർ സൂപ്പർ വീട് എന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞ് നല്ല കഴിച്ചിട്ട് അവരങ്ങ് പോകും. പക്ഷേ അവസാനം മാസം ലോൺ അടയ്ക്കേണ്ടി വരും. ആ വീട്ടിൽ സമാധാനത്തിൽ കിടക്കണ്ടേ അവർക്ക്? ആ 20 കൊല്ലം അവർ അടയ്ക്കണ്ടേ? ഓരോ മാസവും അവർക്ക് ആ വീട്ടിൽ കിടക്കുമ്പോൾ ഒരു സമാധാനം കാണില്ല. അവർക്ക് ഈ ലോണിൻ്റെ ഇതായിരിക്കും മൈൻഡിൽ വരുന്നത്. അപ്പം നമുക്ക് ഉള്ളത് കുറച്ചാണെങ്കിലും ചെറിയ വീടാണെങ്കിലും നാട്ടുകാരെ കാണിക്കാനല്ല നമ്മളിതൊന്നും ചെയ്യുന്നത്. നമ്മൾ ലോണില്ലാതെ നമുക്ക് എങ്ങനെ ചെറിയ വീട് കെട്ടി നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാമെന്നാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ ടൂർ പോയാലും അങ്ങനെ തന്നെ. നമ്മൾ ക്രെഡിറ്റ് കാർഡിൽ നിന്നൊക്കെ വലിച്ച് ആ സമയത്ത് ടൂർ നല്ല അവിടെ ഇൻ്റർനാഷണൽ ടൂറൊക്കെ പോകും. പോണത് 10 ദിവസമായിരിക്കും, പക്ഷേ അതിൻ്റെ EMI അടച്ച് അവർ 1-2 കൊല്ലം അവർ ജീവിക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം അറിഞ്ഞിട്ട് വേണം നമ്മൾ പൈസ ചിലവാക്കാൻ. അല്ല നാട്ടുകാരെ കാണിച്ചുകൊണ്ട് നമുക്ക് ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും കിട്ടാനില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടോ എന്ന് ആരെങ്കിലും ചോദിക്കാറുണ്ട്? ആരും ചോദിക്കാറില്ല. ഒരു നല്ല കാര്യത്തിന് എല്ലാവരും ഇത് കാണും. ഇപ്പോൾ കാർ വാങ്ങിച്ചാൽ ചിലവില്ലേ എന്നൊക്കെ ചോദിക്കും. പക്ഷേ ഇതേ കാറിന് EMI അടയ്ക്കാനോ അല്ലെങ്കിൽ ഇതേ ഹൗസിന് ലോൺ അടയ്ക്കാനോ മുടങ്ങി കഴിഞ്ഞാൽ ഈ പറയണ ഇവർ തരുമോ? ആരും തരത്തില്ല. അപ്പം നമ്മൾ ചുമ്മാ നാട്ടുകാരെ സൊസൈറ്റിയെ കാണിക്കാൻ വേണ്ടി കുറേ പൊലിപ്പ് കാണിച്ചിട്ടൊന്നും ഒരു കാര്യവുമില്ല. നമുക്കേ അറിയാമോ നമ്മളെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് കിട്ടുന്ന സാലറിക്ക് അനുസരിച്ച് വേണം നമ്മൾ ചിലവ് ചെയ്യാൻ. അല്ലാതെ സാലറി കിട്ടണതിൻ്റെ ഇപ്പോൾ 20,000 കിട്ടണമെങ്കിൽ അതിൽ 50,000 രൂപ ചിലവുണ്ടാക്കി വെച്ചിട്ട് മാസം EMI ഒക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല. അവസാനം വരെ നമ്മളിങ്ങനെ അടച്ചടച്ച് വെച്ചുകൊണ്ടിരിക്കേണ്ടി വരും. അതൊരു വേസ്റ്റായിട്ടുള്ള ജീവിതമായിരിക്കും. ഉള്ളത് കുറച്ചാണെങ്കിലും ചെറിയൊരു വീടാണെങ്കിലും ചെറിയൊരു കാറാണെങ്കിലും നമുക്കത് സമാധാനം വേണം. നമുക്കത് ട്രാവൽ ചെയ്യുമ്പോഴും നമുക്കിപ്പോൾ ഒരു ടൂർ പോയാലും അതിനൊരു സമാധാനം വേണം. അത് സമാധാനം ഇല്ലാതെ നമ്മൾ ചുമ്മാ ഇങ്ങനെ മാസം ലോണും EMI അടച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്ത് സമാധാനമാണ് ഈ ജീവിതത്തിൽ കിട്ടുന്നത്? അതുകൊണ്ട് സൊസൈറ്റിയിൽ ആൾക്കാരെ നോക്കിയിട്ട് ഒരിക്കലും ജീവിക്കരുത്. നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ ഉള്ളത് വെച്ച് സുഖമായിട്ട് ജീവിക്കുക. നമ്മൾ റിച്ച് ആണെന്ന് ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ പല ആൾക്കാരും നടക്കുന്നത്. ഇപ്പം നമ്മൾ അവരെ മുമ്പേ റിച്ച് ആണെന്ന് കാണിച്ചു. ഇപ്പം നാളെ കാലത്ത് അവരെ അറിയുകയാണ് ഇതെല്ലാം ഇവർ ലോൺ വാങ്ങിച്ചിട്ടാണ് ജീവിച്ചത്. ആ സമയത്ത് EMI വാങ്ങിച്ചവരെല്ലാം ഈ സാധനങ്ങളും പറക്കിക്കൊണ്ട് പോവുകയാണ്. ഇപ്പോൾ വീട്ടിൽ നിന്ന് നമ്മളെ ഇറക്കി വിട്ടു, കാർ എടുത്തുകൊണ്ട് പോയി, ഇതെല്ലാം എടുത്തുകൊണ്ട് പോയി. അപ്പോൾ അവർ അറിയില്ലേ? ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റാറ്റസിലാണ് ജീവിക്കുന്നത് ആ സ്റ്റാറ്റസിൽ അറിഞ്ഞിട്ടുള്ള ആൾക്കാർ മതി നമുക്ക്. ഇപ്പോൾ ഫ്രണ്ട്സ് ആണെങ്കിലും പരിചയക്കാരാണെങ്കിലും ആരാണെങ്കിലും പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ചുറ്റും. നമ്മൾ ഇന്ന ജോലിയാണ് ചെയ്യുന്നതെന്ന് പറയാൻ നാണക്കേടാണ് ആൾക്കാർക്ക്. സൊസൈറ്റിയിലോട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര റിച്ചാണ് കാണിക്കുക. വില കൂടിയ കാറുകൾ വാങ്ങുക, ബ്രാൻഡഡ് ക്ലോത്ത്സേ ഉപയോഗിക്കുകയുള്ളൂ, വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ കയറി കഴിക്കുകയുള്ളൂ. ഇപ്പോൾ എല്ലാം കാണിക്കും. അവസാനം ഇതെല്ലാം കാണിച്ചിട്ട് സമാധാനം ഇല്ലെങ്കിൽ പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അപ്പോൾ അതുപോലെ ഞാൻ വലിയ ജോബിലാണെന്നൊക്കെ ഇങ്ങനെ വെറുതെ തട്ടി വിടുക, അത് തന്നെ.
പക്ഷേ അത് നാളെ ഒരാളത്ത് അറിയുമ്പോൾ ഈ പറയുന്ന ആൾക്കാർ ആരെങ്കിലും കൂടെ നിൽക്കുമോ? എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട്, അവർ ചിലപ്പോൾ വലിയ സെറ്റിൽഡ് ആയിരിക്കും. ഇപ്പോൾ ഞാൻ അവൻ്റെ അവിടെ ഡെലിവറിക്ക് പോയെന്ന് പറഞ്ഞിട്ട് അയ്യോ അവൻ കണ്ടോ നാളെ അവൻ എൻ്റെ അടുത്ത് മിണ്ടുപോയില്ലേ? മിണ്ടണമെങ്കിൽ മിണ്ടിയാൽ മതി, മിണ്ടില്ലെങ്കിൽ വേണ്ട. നമുക്ക് അതിനുള്ള സർക്കിൾ മതി. നമ്മൾ ചുമ്മാതെ ഇങ്ങനെ അയ്യോ എടേ ഞാൻ വലിയ മറ്റേ കമ്പനിയിലാണ് വർക്ക് ചെയ്യണത് എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നമുക്ക് വേണ്ട കാര്യങ്ങൾ മാത്രം ലോണാണെങ്കിലും എടുക്കുക. നമ്മളെ കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ മാത്രം, അത്രയ്ക്ക് നിവൃത്തിയില്ലെങ്കിൽ. അല്ലാതെ നമ്മൾ ചുമ്മാ ഈ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ട് ലോൺ എടുത്ത് ജീവിക്കേണ്ട ആവശ്യമില്ല. അപ്പം അങ്ങനെ വേണം എപ്പോഴും എല്ലാവരും ചിന്തിക്കും. ഇപ്പം മിഡിൽ ക്ലാസ് ആയിട്ടുള്ള പാരൻസ് മിക്കവാറും അവരെ ജീവിതം സാക്രിഫൈസ് ചെയ്യും അവരെ മക്കൾക്ക് വേണ്ടിയിട്ട്. അവരെ മക്കൾ നല്ല വൃത്തിയായി ജീവിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അച്ഛനൊക്കെ ആണെങ്കിൽ ജോലിക്ക് പോകുന്നെങ്കിൽ ചിലപ്പോൾ പുറത്ത് പോകുമ്പോൾ ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും കഴിക്കാൻ ആഗ്രഹം കാണും, ചിലപ്പോൾ വെള്ളം കുടിക്കാൻ ആഗ്രഹം കാണും. പക്ഷെ എന്നാൽ പോലും അവരത് കഴിക്കാതെ അവരതിൻ്റെ പൈസ സേവ് ചെയ്ത് മക്കൾക്ക് വേണ്ടി കൊടുക്കാൻ വേണ്ടി നിൽക്കും. ചിലപ്പോൾ ഓവർ ടൈം എടുത്തിട്ട് അവരെ കമ്പനിയിൽ ഓവർ ടൈം എടുത്ത് ചിലപ്പോൾ ആ കാശിന് വേണ്ടിയിട്ട് കുറച്ച് കാശിന് വേണ്ടിയിട്ട് എക്സ്ട്രാ അവർക്ക് എന്തെങ്കിലും കൊടുക്കാമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അമ്മമാരാണെങ്കിലും അങ്ങനെ അവർക്ക് കഴിക്കാനിരിക്കുന്ന ആഹാരത്തിൽ കുറച്ചെടുത്തിട്ട് മക്കൾക്ക് കൊടുത്തിട്ടായിരിക്കും ബാക്കി കുറച്ചായിരിക്കും അവർ കഴിക്കുന്നത്. പക്ഷേ ഇതൊന്നും മക്കൾ തിരിച്ച് ചോദിക്കാറില്ല. അമ്മ കഴിച്ചോ, അച്ഛൻ കഴിച്ചോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ ജോലിയിൽ എന്തെങ്കിലും, ഇതൊന്നും മക്കളറിയാറില്ല. പക്ഷെ മക്കളറിയാതിരിക്കാൻ വേണ്ടി ഈ ദുഃഖങ്ങളൊന്നും മക്കളറിയാതിരിക്കാൻ വേണ്ടി മാക്സിമം അച്ഛനും അമ്മമാരും കഷ്ടപ്പെടാറുണ്ട്. മിഡിൽ ക്ലാസ്സിൽ അവർക്ക് ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അവർക്ക് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കുറച്ച് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ മക്കൾക്ക് വേണ്ടിയിട്ടായിരിക്കും ഈ അച്ഛനമ്മമാരെല്ലാം ഓടിക്കണമെങ്കിൽ അവരെ മക്കളെ നല്ല വൃത്തിയായി വളർത്തി നല്ലൊരു ഇതിലെത്തിക്കാൻ വേണ്ടിയിട്ട് പിന്നെ അവരെ ഓട്ടം ഫുള്ള് അതിനായിരിക്കും. അപ്പോൾ ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും മക്കളെ വളർത്തി അവർ ഇതാക്കണം. പക്ഷേ ഈ മക്കളൊന്നും ചിലപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ മക്കൾ ചിന്തിക്കാറില്ല. അവർക്ക് ഒരു സ്റ്റേബിളായി ഒരു നിലയെത്തണ വരെ അച്ഛനമ്മയും വേണം. അത് അച്ഛനമ്മയോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ ജീവിതം നോക്കി അങ്ങ് പോവുകയാണ് ചെയ്യണത് ഇപ്പോൾ മിക്ക ആൾക്ക്. അപ്പോൾ അച്ഛനും വേണ്ട, അമ്മയും വേണ്ട. അപ്പോൾ ആ അച്ഛനമ്മയും എന്തുമാത്രം സങ്കടം ഉണ്ടാവും എന്നറിയാം. ഈ പോണ മക്കൾ ചിന്തിക്കില്ല. നാളെ കാലത്ത് അവരെ അച്ഛനമ്മയും ആവുകയാണ് ഇതെല്ലാം ചിന്തിക്കുന്നത്. അപ്പോൾ അവർക്ക് അവരെ മക്കൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരിങ്ങനെ ചിന്തിക്കും. അപ്പോൾ ഓരോ ദിവസവും അവർക്ക് ഓരോ സ്ട്രഗിളാണ്, ഓരോ കാര്യങ്ങളെക്കുറിച്ചുള്ള ആവലാതികളും ഇതൊക്കെ ആയിരിക്കും അവർ അങ്ങനെ ജീവിച്ച് പോകുന്നത്. അപ്പോൾ തിരിച്ച് ആ മക്കളും അതുപോലെ മനസ്സിലാക്കി അതുപോലെ ജീവിക്കണം. ഇതൊക്കെയാണ് മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാരുടെ ഓരോ പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. മിഡിൽ ക്ലാസ്സിലുള്ള ആൾക്കാർക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ. അടുത്ത വീഡിയോ.